ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. ഇളക്കിയെടുത്ത പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് SIT സംഘം വീണ്ടും ശബരിമലയിലെത്തിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ശബരിമലയിൽ പരിശോധന നടത്തിയത്. ഹൈക്കോടതിക്ക് അടുത്ത ദിവസം റിപ്പോർട്ട് നൽകണമെന്നിരിക്കെയായിരുന്നു വീണ്ടും ശാസ്ത്രീയ പരിശോധന. ശ്രീകോവിലിന് മുമ്പിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും സ്വർണ്ണപ്പണിക്കാരുടെ സഹായത്തോടെ SIT സംഘം ഇളക്കിയെടുത്തു. തുടർന്ന് ലീഗൽ മെട്രോളജി വിഭാഗത്തിന് നൽകി അളവും തൂക്കവും പരിശോധിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ SIT സംഘത്തലവൻ S. ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മിഥുനമാസ പൂജകൾക്ക് ശബരിമല നട ഇന്നലെ വൈകിട്ട് 5-ന് തുറന്നതിനൊപ്പമാണ് SIT സംഘം പരിശോധന ആരംഭിച്ചത്. കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ന്യൂനതയുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. SITയുടെ ചാർജ് ഷീറ്റിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റൂ. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടും. കേസിൽ 13 പ്രതികളാണുള്ളത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പഴുതടച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടാവുന്നത്. കുറ്റപത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും. അങ്ങനെ വന്നാൽ തുടരന്വേഷണമോ പുനരന്വേഷണമോ ഉണ്ടാവുമെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. സന്നിധാനത്ത് നിന്ന് ക്യാമറാമാൻ ജിനുവിനൊപ്പം S. വിനേഷ് കുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.